ഹലോ ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കി കാട്ടാണ്. അതിനാവശ്യമുള്ള സാധനം ഒരു കഷ്ണം ഒരു മധുരക്കിഴങ്ങിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പാൽ വേണ്ടി വരും. ഞാൻ നാളികേര പാലിലല്ല ഉണ്ടാക്കുന്നത്, സാധാരണ പാലിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ എൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മധുരക്കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്ത് പഴം പുഴുങ്ങണ മാതിരി വേവിക്കണ മാതിരി വേവിച്ചെടുക്കണം നമുക്ക്. അതാണ് ചെയ്യാൻ പോണത്. ഗ്യാസ് ചാലാക്കിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ വിസിൽ വന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതല്ല 2-3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മധുരക്കിഴങ്ങ് മുഴുവൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ബ്ലെൻഡറിലിട്ടിട്ട് നമ്മളതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതെടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ. ഇതുമാതിരി നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ മധുരം വേണ്ടിച്ചാൽ അത് പ്രകാരം എടുത്താൽ മതി. ഞാനൊരു 100 ഗ്രാം ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടി അത്രയും ആവശ്യത്തിനുള്ള ഞാൻ ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഉരുക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ അരച്ച മധുരക്കിഴങ്ങിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇടാനായിട്ട്. ഉരുക്കി വരുന്നല്ലേ ഉള്ളൂ. ശർക്കര ഉരുക്കി വന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇടണം. നമ്മൾ പഴത്തിൻ്റെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നന്നായി പഴം ഇങ്ങനെ അരച്ച് അതേമാതിരി തന്നെ മധുരക്കിഴങ്ങിനെ നമ്മൾ അരച്ച് നന്നായി പേസ്റ്റ് പരുവത ആക്കിയിട്ട് ശർക്കരയിലിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്തതാണല്ലോ അത്. നന്നായിട്ടാണ് യോജിപ്പിച്ചെടുക്കണം. അതിനെ ശർക്കരയിലിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കട്ട വരാൻ പാടില്ല. അങ്ങനെ മധുരക്കിഴങ്ങും ശർക്കരയും നന്നായി നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തള വന്ന് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായി കട്ടിയായിട്ട് തന്നെയാണ്. ഈ സമയത്താണ് നമ്മൾ ശർക്കരയൊക്കെ മതിയായോ എന്നൊക്കെ നോക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നുള്ളി ചുക്കുപൊടി. ശർക്കരയുടെ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ചുക്കുപൊടി ഇട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് ഇളക്കി ആറാൻ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നന്നായി ആറി കഴിഞ്ഞിട്ട് ഞാനിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കില്ല. അതിന് പകരമായിട്ടാണ് സാധാരണ പാൽ തിളപ്പിച്ച് ആറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ആറി കഴിഞ്ഞിട്ട് ഞാൻ പാൽ ഒഴിക്കുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ ഇതാക്കുമ്പോൾ ശർക്കരയുടെ ഇത് കാരണം അത് പാല് പിരിയും. അപ്പോൾ ഇത് ആറി കഴിഞ്ഞിട്ട് ഞാനിനി ഇതിലേക്ക് പാൽ ഒഴിക്കുള്ളൂ. ആറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇത് ആറാനായിട്ട് വയ്ക്കുകയാണ്. ആറി കഴിഞ്ഞിട്ട് ഞാൻ അതിൽ പാൽ ഒഴിക്കുന്നുള്ളൂ. ആറാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാൻ മധുരക്കിഴങ്ങും ശർക്കരയും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അത് ആറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള പാൽ ഒഴിക്കുകയാണ് ചെയ്യണം. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണില്ല. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പരിപാടിയല്ല, ഇത് വെറും
സാധാരണ പാലൊഴിച്ചിട്ടുള്ള പരിപാടിയാണ്. നന്നായിട്ട് നല്ല അസലായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മൾ നന്നായിട്ട് പാൽ ഇതിൽ ആറിയ പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് എടുത്ത് ഇനി അതിൻ്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്തിടാൻ പോവാണ്. ഏതായാലും സെർവിങ് ബോളിലേക്ക് എടുക്കുകയാണ്. സെർവിങ് ബോളിലേക്ക് എടുത്തു കഴിഞ്ഞ് ഞാനിത് വറുത്തിടാൻ പോവാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വറുത്തിടാൻ പോവാണ്. കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഗാർണിഷ് ചെയ്തു. അങ്ങനെ നമ്മളുടെ മധുരക്കിഴങ്ങ് കൊണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. മണം തന്നെ നല്ലോണം മനസ്സിലാവണം. ആരും പറയില്ല അത് മധുരക്കിഴങ്ങിൻ്റെ ആണെന്നുള്ളത്. ഞാൻ അതിൻ്റെ മുമ്പ് ചേന കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പായസം. അതേമാതിരി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching.